നമസ്കാരം. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള അങ്ങനെ പൊടിപിടിച്ച് നടക്കുകയാണ്. അതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടത്, അവിടെയുണ്ടായ തിക്കിലും തിരക്കിലും വിട്ട് ജീവൻ നഷ്ടപ്പെട്ടത് 30 പേർക്കാണ്. ഇനിയും മരണസംഖ്യ ഉയരും എന്ന് തന്നെയാണ് ദേശീയ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. എന്നാൽ ഇതൊക്കെ ഈ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുകയാണ് എന്നുള്ള തരത്തിലാണ് വരുന്നത്. അതിനിടയിൽ ഒരു മന്ത്രി, സഞ്ജയ് നിഷാദ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിൻ്റെ ഫിഷറീസ് മന്ത്രി, വളരെ കൗതുകകരമായ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം ദുഃഖം രേഖപ്പെടുത്തി 30 പേർക്ക് മരണപ്പെട്ടു പോയവർക്ക് അനുശോചനം അറിയിക്കുന്നുണ്ട്. അതുകൂടാതെ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഏറ്റവും ശ്രദ്ധിക്കപ്പെടണം. ഇത്രയും വലിയ പരിപാടിക്കിടയിൽ ഇതൊരു ചെറിയ സംഭവം മാത്രമല്ലേ? മാധ്യമങ്ങൾ ഇതിനെ എടുത്ത് കൂടുതൽ പ്രചരണം കൊടുത്തപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും വലിയ പരിപാടികൾ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ സംഭവങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ്. അതിനെയൊന്നും ഇത്രയേറെ കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ 30 പേർ മരിച്ചതൊന്നും വലിയ സംഭവമല്ല. കാര്യം അതിനേക്കാൾ വലിയ സംഭവമാണ് പ്രയാഗ്രാജിൽ നടക്കുന്ന ഈ മഹാകുംഭമേള എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യജീവന് വില കൽപ്പിക്കാതെ നീങ്ങുക. അതായത് 10,000 കോടി രൂപ ബഡ്ജറ്റ് ഇട്ടിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്, കുംഭമേള നടത്തുന്നത്. 10,000 കോടി രൂപ ഈ ഒരു കുംഭമേളയ്ക്ക് വേണ്ടി UP-യിൽ പൊടിയുന്നതാണ്. ഇത് പല വഴിക്കുന്ന് വരുന്നതാണ് എന്നുള്ള കാര്യം മറ്റൊരു വസ്തുത. അങ്ങനെ ഈ 10,000 കോടി രൂപ മുടക്കുമ്പോൾ ഇവിടെ എത്തുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ എന്തെങ്കിലും ഒരുക്കിയിട്ടുണ്ടോ? അവിടെ ബാത്റൂം സൗകര്യം പോലും പാവങ്ങൾക്ക് അനുവദിച്ച് കൊടുത്തിട്ടില്ല. അവിടെ പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. ടെന്റുകൾ പോലെ ഷീറ്റുകൾ വലിച്ചു കെട്ടിക്കൊണ്ടാണ് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. മര്യാദയ്ക്ക് ഒരു പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് പോലുമുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നില്ല. ഏതെങ്കിലും VIP-കൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയും അധികം ആളുകൾ കൂടുന്ന ഒരു പ്രദേശത്ത് മറ്റൊരു സൗകര്യം ഒരുക്കി സാധാരണക്കാർക്ക് വേണ്ട രീതി കൊടുക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് വേണ്ട സൗകര്യം ഒരുക്കി കൊടുക്കുന്നില്ല. അതായത് ഈ പറയുന്ന ഇത്രയും വരുന്ന മഹാഭൂരിപക്ഷം വരുന്ന ഭക്തർ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇത്രയും വലിയൊരു തിക്കും തിരക്കും ഉണ്ടായതെന്നും ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതെന്നും അതിൽപ്പെട്ട് ഈ 30ഓളം പേർ മരിച്ചതെന്നും അവിടുത്തെ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി പറയുന്നു. എത്ര ഇറസ്പോൺസിബിൾ അല്ലെങ്കിൽ നിരുത്തരവാദപരമായ പറച്ചിലാണ് എന്ന് ആലോചിച്ച് നോക്കൂ. 28ഓളം വരുന്ന താൽക്കാലിക പാലങ്ങളാണ് VIP സന്ദർശനത്തിന് വേണ്ടിയിട്ട് അടച്ചു കെട്ടിപ്പെട്ടത്. 28ഓളം പാലങ്ങൾ അടച്ചു മൂടപ്പെടുമ്പോൾ പലതും വൺ വേ ആക്കി. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ജനങ്ങൾ, സാധാരണക്കാർ എങ്ങനെ വരും? കിലോമീറ്ററുകളോളം കാൽനടയായി വരേണ്ട ഗതികേടാണ്, കിലോമീറ്ററുകളോളം. അപ്പൊ ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു. അഖിലേഷ് യാദവ് പറഞ്ഞ കാര്യമാണ്, പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യം ഒരുക്കിയിട്ടില്ല. കിലോമീറ്ററുകളടക്കം നടക്കേണ്ടി വരുന്നു, പാലങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവർ നോക്കിയത് VIP-കൾ സന്ദർശിക്കാൻ വരുന്നത് മാത്രമാണ് ഇവരുടെ ഒരു പ്രഥമ പരിഗണന. VIP-കൾ എത്ര പേര് വരുന്നുണ്ട്, അവരെത്ര പേര് അവിടേക്ക് സന്ദർശനത്തിന് എത്തുന്നുണ്ട്, അതനുസരിച്ച് മാത്രമേ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് സൗകര്യങ്ങൾ ഒരുക്കാറുള്ളൂ. അപ്പോൾ VIP-കൾ വരുന്നതുകൊണ്ട് സാധാരണക്കാർ പെരുവഴിയിലാകുന്നു. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അതിൻ്റെ പേരിലാണ് ഇത്രയും വലിയൊരു ഉന്തും തള്ളോടെ തിക്കും തിരക്കും ഉണ്ടാകുന്നത്. അതിലാണ് 30 പേർ മരിക്കുന്നത്. അപ്പോൾ ശരിക്കും പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മരണസംഖ്യ ഇവർ വളരെ ചെറുതാക്കി കാണിക്കുകയാണ് എന്നുള്ളതാണ്. 25 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു, ഇനി 5 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗിക വിവരം. അപ്പോൾ ഈ ഔദ്യോഗികമായി പുറത്തുവിടുന്ന ഈ മരണസംഖ്യ യഥാർത്ഥത്തിൽ നടന്നതിനേക്കാൾ വളരെ കുറവാണ് എന്നാണ് അഖിലേഷ് യാദവ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ മുഖ്യമന്ത്രി ഇത് പരിശോധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്ത് പരിശോധനയാണ്? മുഖ്യമന്ത്രി തന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ അപകടമാണ്. അദ്ദേഹത്തിന് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറയുന്നത് എന്താണ്? ഇവിടെ നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ പോലും അവരുടെ പൂർവികനായി രാമനെ അംഗീകരിക്കണം എന്നുള്ളതാണ്. അവിടെ ആൻഡമാൻ നിക്കോബാറിലെ ഒരു പ്രതിനിധി അവിടെ എത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം പോലും രാമനെ, അതായത് ഇന്തോനേഷ്യയിലെ ആൾക്കാർ പോലും, ഇന്തോനേഷ്യയിലുള്ള ആളുകൾ പോലും രാമനെ എന്താക്കി മനസ്സിലാക്കുന്നുണ്ട്. അവർ പോലും ഇവരെയൊക്കെ രാമനെ പൂർവികരായി കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് രാജ്യത്തുള്ള മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷം രാമനെ അങ്ങനെ കാണണം. ഈ ഇന്തോനേഷ്യയിൽ നിന്ന് ഒരു പ്രതിനിധി വന്നപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് നിന്നുകൊണ്ട് പ്രസംഗിച്ചതാണ്. ഇത് പറയാൻ മാത്രമാണ് സത്യത്തിൽ യോഗി ആദിത്യനാഥിന് കഴിയുക. അല്ലെങ്കിൽ 10,000 കോടി രൂപ ബഡ്ജറ്റ് മുടക്കി ഉണ്ടാക്കുന്ന ഒരു വലിയ പരിപാടിയിൽ
12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഇത്രയും വിശാലമായ ഒരു പരിപാടിയിൽ ജനങ്ങളുടെ ജീവിതത്തിനും ജീവനും എന്ത് സുരക്ഷയാണ് ഒരുക്കി കൊടുക്കാൻ കഴിയുക? എന്ത് സുരക്ഷ ഒരുക്കി കൊടുത്തിട്ടുണ്ട്? മറ്റെവിടെയെങ്കിലും ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാകാറുണ്ട് പല തിരുപ്പതി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ. ഇത് ആദ്യത്തെ തവണ അല്ല എന്ന് ആലോചിക്കുക. തിക്കിലും തിരക്കിലും പെട്ട് ഈ രീതിയിൽ ആൾക്കാർ മരണപ്പെടുന്നത് ഇത് ആദ്യത്തെ അനുഭവമല്ല. എന്നിട്ട് പോലും മുൻ അനുഭവങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഒരു ഉപായം അല്ലെങ്കിൽ മറ്റൊരു മാർഗം, മറ്റൊരു വഴി ഇവർ സ്വീകരിക്കാതെ പോയത്? അപ്പോൾ ഇവർ ഉയർത്തുന്ന പോലെ BJP-യുടെയും സർക്കാരിൻ്റെയും ഒരു പ്രമോഷൻ മാത്രം, സ്വയം പ്രമോഷൻ നടത്തുക എന്നുള്ളത് മാത്രമാണ് സത്യത്തിൽ ഇതിലൂടെ ഈ മഹാകുംഭമേളയെ അതിനുള്ള വേദിയാക്കി, അല്ലെങ്കിൽ പ്രയാഗ്രാജിനെ അതിനുള്ള വേദിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ഏറ്റവും വലിയ ഒരു ആരോപണം എന്ന് വെച്ചാൽ. സത്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും.